അതിന് എന്ത് വേണമെന്നറിയോ? സാധാരണ ഒരു ഹൃദയം ആയാൽ പോറ്റില്ല, ഹൃദയത്തിലേക്ക് പൂർണ്ണമായ ഒരു വിശുദ്ധി ഉണ്ടാവണം. മഹാന്മാർ പറഞ്ഞതുപോലെ ഒരുത്തൻ അവൻ്റെ ഹൃദയത്തിലേക്ക് പൂർണ്ണമായ വിശുദ്ധി ഉണ്ടാവുക. മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് ഹൃദയത്തെ പൂർണ്ണമായിട്ട് അതിനെന്താക്കുക, സ്വഭാവങ്ങളെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അല്ലാഹി ബിൽ കുല്ലിയ, പൂർണ്ണമായിട്ട് അള്ളാഹുലേക്ക് എല്ലാം അർപ്പിക്കാം. എന്നാൽ റഅൽ മലായിക്കത്തെ, മലായിക്കത്തിനെ കാണാൻ കഴിയുന്ന, വറഅൽ അംബിയ, അംബിയാക്കന്മാരെ കാണാൻ കഴിയും. വയസ്മഉ കലാമഹും, അവരുടെ സംസാരം അവർക്ക് കേൾക്കാൻ കഴിയും. വയുകല്ലിമൂനഹു, അവരവനോട് സംസാരിക്കും. വയുകല്ലിമുഹും, അവൻ അവരോടും സംസാരിക്കും. ഈ ഒരു അവസ്ഥയിൽ എന്ത് വേണം? ഇദ്ദ തസ്കിയത്തിൽ ഖൽബി വ തത്ഹീരിഹി, ഹൃദയത്തിലെ പൂർണ്ണമായിട്ടും വൃത്തികെട്ട സ്വഭാവങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. ഒഴിവാക്കി ആ ഹൃദയത്തിൽ വിശുദ്ധമാവുന്ന ഈമാൻ അവിടെ വന്നിട്ടുണ്ട്. നമുക്കൊക്കെ മരിച്ചു പോകുമ്പോൾ യാ അയ്യത്തുവ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ, അപ്പോൾ മുത്മഇന്നത്താവുന്ന നഫ്സാവണം നമ്മളെ നഫ്സ്. പൂർണ്ണ സംതൃപ്തിയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം. അതിനെന്ത് വേണം? ഹൃദയത്തിനെ ശുദ്ധമാക്കണം. ഹൃദയത്തിൽ വിശുദ്ധമായ ഈമാൻ വന്നു കഴിഞ്ഞാൽ, ഈമാൻ അള്ളാഹുവിൻ്റെ ഒരു നൂറാണ്. ഈ നൂറിനെ വികസിപ്പിച്ചെടുക്കണം. ഇത് വലിയൊരു ടെക്നോളജിയാണ്. ആ നൂറിനെ വികസിപ്പിച്ചവരാണ് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ ഈ നൂറിനൊരുത്തൻ വികസിപ്പിച്ചെടുത്താൽ അവൻ്റെ ഹൃദയത്തിലവൻ വിശുദ്ധമാക്കി. വേണ്ടാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് മാത്രം ഒഴിഞ്ഞാൽ പോരാ, ഈമാൻ വളർന്നുണ്ടെങ്കിൽ തെങ്ങ് വെക്കണമായിരിക്കാം. ഒരു ഉദാഹരണത്തിന്, ഒരു തെങ്ങ് നമ്മൾ വെച്ചാൽ ആ തെങ്ങിനിക്ക് വെള്ളം ഒഴിക്കണ്ടേ? അതിലേക്ക് വേണ്ട വളം ഇട്ട് കൊടുക്കണ്ടേ? അപ്പോൾ ആവശ്യമാവുന്ന വളങ്ങളിട്ടാലേ അത് വളരുള്ളൂ. അടിസ്ഥാനമായി വളരാൻ ഇപ്പോൾ വലിയ വളമൊന്നും ഇട്ടില്ലെങ്കിലും വേണ്ടില്ല, വളരും. പക്ഷേ വളർന്ന് പന്തലിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നതായ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിനാവശ്യമാവുന്ന നിലക്കുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കണം. അത് മാത്രം പോരാ, അതിന് നശിപ്പിക്കാൻ വരുന്ന സംഗതികൾക്ക് എന്ത് വേണമെന്നറിയോ? പൂർണ്ണമായിട്ട് അതിലേക്ക് പ്രതിരോധം ഏർപ്പെടുത്തും വേണം. അതിന് പ്രതിരോധം ഏർപ്പെടുത്തിയില്ലാതെ വെക്കുക, എന്നാലും അതിൻ്റെ വളർച്ച ഉരുണ്ടിച്ചു പോകും. എന്നതുപോലെയാണ് ഈമാൻ. ഈമാൻ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഈമാനിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഹറാമെന്ന് ഒഴിഞ്ഞിക്കണം, ശൈത്താനിയാവുന്ന സർവ്വ ഷർറുകളിൽ നിന്ന് ഒഴിഞ്ഞിക്കണം, ശരീരിൻ്റെ ഇച്ഛകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിക്കണം. അപ്പോൾ എന്നത് പോലെ അള്ളാഹു ഹറാമാക്കിയത് മാത്രം ഒഴിഞ്ഞാൽ പോരാ, ഹറാമാക്കിയെന്ന് ഏതായാലും ഒഴിഞ്ഞിക്കണം. കറാഹത്തെന്നും ഖിലാഫുൽ ഔലിയെന്നൊക്കെ ഒഴിഞ്ഞിക്കണം. ഇതാണ് അമ്പിയാക്കന്മാരെ ക്വാളിറ്റി. അവർ കറാഹത്ത് ഖിലാഫുൽ ഔലിയെന്നൊക്കെ ഒഴിഞ്ഞിരിക്കും. കറാഹത്തും ഖിലാഫുൽ ഔലിയൊക്കെ നെഹി ചെയ്യപ്പെട്ടത്, നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. തെറ്റുണ്ടോ, അതിന് കുറ്റുണ്ടോ എന്നുള്ളതല്ല, അതൊക്കെ നെഹി ചെയ്യപ്പെട്ട സംഗതികൾ തന്നെയാണ്. അപ്പോഴേ ഹൃദയത്തിലേക്ക് എന്തുണ്ടാവുള്ളൂ? അത് മാത്രം പോരാ, ഈമാൻ വളർന്നുണ്ടെങ്കിൽ ആ ഈമാനിനെ വളർത്താൻ ആവശ്യമാവുന്ന ഉജൂബായ അമലുകൾ മാത്രം ചെയ്താൽ പോരാ, സുന്നത്തായ അമലുകളെ വർദ്ധിപ്പിക്കണം. ശറഈയാവുന്ന ആദാബുകളെ പരിഗണിക്കണം, ആദാബുകളെ ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടില്ലേ നമ്മളെ പഴയ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ, അവർ സർവ്വസമയത്തും ദാക്കിരിക്കണമെന്ന്. അവരുടെ കയ്യിൽ മിസ്വാക്ക് ഉണ്ടാവും. മിസ്വാക്ക് ചെയ്യൽ സുന്നത്തായ സമയത്ത് മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി അവരെ നടത്തോ ഇരുത്തോ ഇതിലൊക്കെ ഒരുപാട് നമുക്ക് മാതൃകയാക്കേണ്ട കാര്യങ്ങളുണ്ടാവും. അവർ ഒരാളെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറയാനോ ഒരാളെ പറ്റിയ ഗീബത്ത് പറയാനോ ഇതൊന്നും അവർക്കില്ലായിരുന്നു. അവർ വളരെ ശുദ്ധന്മാരായിരുന്നു. ഹൃദയത്തിൽ നിന്ന് മോശമായ സർവ്വ സ്വഭാവങ്ങളെയും ഒഴിവാക്കിയാലേ ഈമാൻ വളരുള്ളൂ. അപ്പം അതാണ് അതിലേക്ക് ഏറ്റവും ഉപകരിക്കണ ഒന്നാണ് ദിക്ർ.